ജാസ്മിൻ ഇരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. കാരണം നമ്മൾ PR വർക്കേഴ്സ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് വേറെ ഒന്നും അറിയാത്തത് കൊണ്ട് ഓർഗനൈസ് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് ഒരുപാട് പാകപ്പിഴകളോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാം. ആൻഡ് വെൽക്കം യു ഓൾ അലോങ് വിത്ത് ജാസ്മിൻ ജാഫർ ആൻഡ് അലോങ് വിത്ത് ഹെർ ഫാമിലി. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ജാഫർ റാഹില ദമ്പതികളുടെ മകൾ, പൊന്നുവിന്റെ സ്വന്തം വിത്ത. ഒരു കുടുംബത്തിലെ പ്രാരാബ്ധം മുഴുവൻ തന്റെ ചുമലിലേറ്റി അതിന് പരിഹാരം കണ്ടെത്തിയ മിടുക്കി. ഒറ്റ മകളായി വളർന്നു വന്ന ജാസു അതിന്റേതായ ചെറിയ പിടിവാശികളും പിണക്കവുമൊക്കെയായി വളർന്നു വന്നപ്പോഴാണ് അനിയൻ പൊന്നുവിന്റെ വരവ്. ചെറിയ ചെറിയ വീഡിയോയ്ക്ക് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി മുടങ്ങാതെ ചെയ്തുകൊണ്ടേയിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്റെ കരിയറിന്റെ തുടക്കം കുറിച്ചു. തുടർന്ന് യൂട്യൂബിലെ നിറസാന്നിധ്യമായി ചിന്നു മാറിക്കഴിഞ്ഞു. യൂട്യൂബിൽ വേരിയസ് കൈൻഡ് ഓഫ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, സച്ച് ആസ് ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ ടിപ്സ്, മേക്കപ്പ് ട്യൂട്ടോറിയൽ ആൻഡ് ഡെയിലി വ്ലോഗ്സ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത പേര്, ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചത്, ഏറ്റവും നന്നായി ഗെയിം കളിച്ചത്, ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒരു ചെറു പുഞ്ചിരി കൊണ്ട് മറച്ചവൾ, വാദപ്രതിവാദങ്ങൾക്കിടയിൽ അടിപതറാതെ നിന്നവൾ, കണ്ണകലത്തിൽ മറഞ്ഞിരുന്ന് കുറ്റവിളമ്പ. അപ്പോൾ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെയാണ്. അപ്പോൾ അത് പോയി ഒന്ന് തല കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ജാസ്മിൻ ജാഫറിന്റെ എല്ലാ ഫാൻസിനോടും ഒരുപാട് നന്ദി പറയാണ്. ഇത്രയും അധികം ആൾക്കാർ ജാസ്മിനെ പുറത്ത് സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് കാണുമ്പോൾ അവൾക്കുള്ളൊരു സന്തോഷവും സമാധാനമുണ്ട്. അപ്പോൾ അതിനെല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പം തന്നെ എല്ലാവരോടും സോറി പറയാണ് രണ്ട് കാര്യത്തിന്. ഒന്ന് PR എന്ന് പറഞ്ഞതിന് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നതും പറയുന്നതും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നീടാണ് ഞാനത് തെറ്റ് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ആ കാര്യത്തിൽ നിങ്ങളെ PR എന്ന് വിളിച്ചതിനോട് സോറി പറയുന്നു. അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണമുണ്ടായതാണ്. അപ്പോ ഇവളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം സോറി പറഞ്ഞു. എന്നാലും നിങ്ങളുടെ മുന്നിൽ വെച്ച ഒന്നും കൂടി മോളിസെ സോറിയുടെ കുട്ട. ഓക്കെ. ഏറ്റവും പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്നവരെ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് എല്ലാവരെയും മുഖം കാണുന്നത്. പക്ഷെ 100 ദിവസവും ഏകദേശം ഒരു മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം വർക്കിന്റെ ഇടയിൽ കൂടെങ്കിലും ഈ ജാസ്മിന്റെ മുഖം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓരോ ആദ്യ ദിവസം മുതൽ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ജാസ്മിന്റെ മുഖം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒട്ടും ഈസി അല്ലായിരുന്നു നമുക്കാണെങ്കിലും, അകത്ത് ജാസ്മിനും പുറത്ത് നമുക്കും ഒട്ടും ഈസി അല്ലായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല്. പക്ഷെ നമുക്ക് പറയുന്നതിനും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ അത് ഒതുക്കിയത്. ഓരോ സീസൺ, അതായത് ഫസ്റ്റ് സീസൺ മുതൽ ഇന്നേ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടിട്ടുള്ള ഒരു ആർമി എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസ് എന്ന് പറഞ്ഞാല് ജാസ്മിൻ ജാഫറിന്റെ ഫാൻസ് ആയിരിക്കും. പക്ഷെ അതിലൊന്നും നമുക്ക് വിഷമമില്ല. നമ്മളെല്ലാവരും ഈ പറഞ്ഞ അതും അതിജീവിച്ച് വന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജാസ്മിൻ എന്താണ് പറയാനുള്ളത്? ഹലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളാം ചിലപ്പോൾ മേ ബി ക്ലീശ സാധനമായിരിക്കും. ഞാൻ എന്റെ ഫാൻസ് ആർമിയൊന്നും അല്ല, നിങ്ങൾ എല്ലാവരും എന്റെ ഫാമിലി പോലാണ്. ഞാനിവിടെ പുറത്തിറങ്ങാൻ നേരത്തും കുറേ വിഷമത്തിൽ, ഞാൻ ആദ്യം ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഫോൺ പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. എന്റെ ആ ഒരു വിഷമം ഒരുവിധം ഫുള്ള് ഞാൻ കളഞ്ഞത്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് പോയത് എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഒരുപാട് പേര് തന്നെ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ ദൂരത്തിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാം വരുമ്പോ എന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്റെ നെഗറ്റീവ് ഞാൻ എന്തിനു നോക്കണം?
എന്നെ സ്നേഹിക്കുന്ന ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നതിന്റെ കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ ഒരു കൂട്ടം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനപ്പുറം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവരോട് എല്ലാരോടും, നിങ്ങളോട് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ നേരത്തെ കാക്ക പറഞ്ഞിടക്ക് എന്താ ഞാൻ അതിന്റെ അകത്ത് കിടന്നൊരു 10-18 പേരുടെ അല്ലെങ്കിൽ അത്രയും ഇതിനകത്ത് പ്രഷറിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെക്കാളും ഏറ്റവും കൂടുതൽ എന്നെക്കാളും സ്ട്രഗിൾ ചെയ്തതും കഷ്ടപ്പെട്ടതും വിഷമിച്ചതൊക്കെ എന്റെ ഫാമിലിയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുമാണ്. എനിക്കത് നല്ലതുപോലെ അറിയാം. എന്നെ സപ്പോർട്ട് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ഇട്ടാൽ അതിനകത്തൊരു നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കേ സപ്പോർട്ടുള്ളൂ. ജാസ്മിന് ഇഷ്ടമെന്ന് പറയുന്നവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കുഞ്ഞമ്മയ്ക്കും വിളിയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അത് കേട്ടിട്ട് വരെ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ബ്ലഡ് റിലേഷനും ഒന്നുമല്ല, എന്നെ കണ്ട് അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നേരത്തെ ഇത്ത പറഞ്ഞിട്ട് ഇത്തയുടെ കൊച്ചിനെ വരെ പറഞ്ഞിട്ട് ഇത്ത നിൽക്കുന്നത് എന്താണ്? ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, നിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നിട്ട് പുള്ളിക്കാരെ എനിക്ക് വേണ്ടി നിന്നെന്ന് പറയുന്നതിന് എന്താ പറയാൻ പറ്റും? നന്ദിയെ പറയാൻ പറ്റും. വേറൊന്നും എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ എല്ലാവരെയും കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. എല്ലാവരുമായിട്ട് കുറെ നേരം സംസാരിക്കണം, മിണ്ടണം, അതൊക്കെയുള്ളൂ. അല്ലാതെ എന്താ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും, ഞാൻ പറയാം. നമ്മുടെ മനസ്സിൽ ജാസ്മിൻ ജാഫറാണ് BB6 വിന്നർ അല്ല. ഇത് പ്രവാസി സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും കൂട്ടായ്മയായിട്ടുള്ള ഒരു മൊമെന്റ് ആണെങ്കിൽ കൂടി നമ്മുടെ എല്ലാവരുടെയും സ്നേഹമാണ്. അസ്സലാമലൈക്കും. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മോളെ സഹായിച്ചതിന്. അതിനുപരി നമുക്കും വന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ മകളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. അതേ നമുക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുമുണ്ട്. അതിലെല്ലാവർക്കും എൻ്റെ മോളെ സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും എൻ്റെ എല്ലാ നമസ്കാരങ്ങളും. താങ്ക് യു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല, അറിയില്ല. ഓക്കെ. ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രേക്ഷകരൊന്നും ഉണ്ടെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. എൻ്റെ മോളെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുള്ളത് കണ്ടത് തന്നെ വളരെ സന്തോഷം. വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോയിൽ ഫേസ് കാണിക്കാൻ മടിയാണ്, അധികം വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പൊന്നിനുണ്ടെങ്കിലും ഇതിപ്പോ നമ്മളായതുകൊണ്ട് പൊന്നു ഉറപ്പായിട്ട് സംസാരിക്കും. ഓക്കെ പൊന്നു, നല്ലൊരു കൈഡി കൊടുക്കാം പൊന്നു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്റെ നാട്ടിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്റെ മനസ്സിൽ എപ്പോഴും BB6 വിന്നർ എന്റെ താത്തയാണ്. എല്ലാവർക്കും നന്ദി. ധാരാളം ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിനോടൊപ്പം ആടിയും പാടിയും ഉണ്ടായിരുന്നും ചീത്ത പറഞ്ഞൊക്കെ 2 വ്യക്തികളാണ്. അപ്പോ ആ ഒരു ആക്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും വന്നിരിക്കണം ജാസ്മിനെ കാണാൻ. എനിക്കറിയാം, ബട്ട് ഇവിടെ ജാസ്മിൻ പോകാൻ നല്ല ഭംഗിയുണ്ട് എന്ന് വിചാരിച്ച നോറ ഭംഗിയാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഇവൾക്ക് ഇൻസെക്യൂരിറ്റി ആണ്. അതുപോലല്ല നോറ. പിന്നെ നിങ്ങൾക്ക് മൊയ്തലാണോ? അല്ല, എനിക്ക് അറിയാൻ ചോദിക്കാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് കരയാന്നല്ല. പിന്നെ എല്ലാവരും കൂടി പറയാൻ നോറ കരയാണ്. ഞാൻ സത്യം പറയും കരയാറില്ല ഗുയിസ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ നോറ ബുസ്കാരാണ്. ഐ ഹാവ് ഐഡന്റിറ്റി, ബട്ട് സം ഓഫ് യു ഗൈസ് ആർ
saying that I had no identity. എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഒരു കാര്യം, ജാസ്മിൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങൾ നോറക്ക് നിങ്ങൾ ഇഷ്ടമല്ല, നോറ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ലേ? സി ഗൈസ്, എനിക്ക് കരച്ചത് വരണമെന്നില്ല. സി, നിങ്ങൾ പിന്നെയും ഇതിന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. ജാസ്മിൻ എനിക്കും ഇഷ്ടമാണ്. ബട്ട് ബിഗ് ബോസിലേക്ക് പോകുമ്പോ നമ്മൾ അങ്ങനെയാണ് നിൽക്കാനായിട്ട്. ഓക്കെ, എന്റെ കൈയൊക്കെ വരക്കുന്നുണ്ട്. നീ എന്താ ഇന്നെ? സി, ഇവർക്ക് നാളെല്ലാം മാറി നിലവാരം സംസാരിച്ചിട്ട് എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ എന്റെ ഈ സ്പേസിൽ വന്നിട്ട് ഇടപെടേണ്ട കാര്യം ഇല്ല. എനിക്ക് പറ്റൂല, എനിക്ക് ഇവിടെ തുടരാൻ പറ്റൂല ചേച്ചി, എനിക്ക് പറ്റൂല. ബിഗ് ബോസ് ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കണം. തേർഡ് ക്ലാസ് പീപ്പിളിന്റെ കൂടെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. ഞാൻ 2006 മുതൽ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ആളാ, അറിയാമോ? തേർഡ് ക്ലാസ് പറ്റത്തില്ല ചേച്ചി, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. മീഡിയയുടെ മുന്നിൽ ഞാൻ വലിച്ചു കയറുന്നില്ലേ, മീഡിയയുടെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ. ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് പോകണം. ബിഗ് ബോസ് എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ബിഗ് ബോസ് ഇവര് ഈ കുഞ്ഞു കുട്ടി, ആ ചെറിയ കുട്ടികൾ, എനിക്കറിയില്ല ആരെന്താ ചെയ്യണം, എനിക്കറിയില്ല. ബിഗ് ബോസ് പിന്നെ എനിക്ക് എന്തായാലും കൺവെൻഷൻ റൂമിലേക്ക് പോയി സംസാരിക്കണം. ഞാനിനി വേണ്ടത് എനിക്ക് വീട്ടിൽ പോകണം. ബിഗ് ബോസ് പിന്നെ ജാസ്മീൻ അവളെ മതി, എല്ലാവർക്കും അവളെ തന്നെ മതി, എന്നെ വേണ്ട. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പറയുമ്പോ എന്ത് ചെയ്യാനാ? അപ്പൊ ശരി, ഒന്നും പറയാനില്ല. റൂമിലേക്ക് വരിക. ഞാൻ പോയിട്ട് വരാം. താങ്ക് യു നോറ ആൻഡ് ജന്മണി, താങ്ക് യു സോ മച്ച്. ഇതൊരു ജോക്സ് ആയിട്ട് കണ്ടാൽ മതി, കാരണം ഗ്രൂപ്പിൽ ഇവരാണ് നയിക്കുന്നത്. അവര് തന്നെ ഒരു ബിഗ് ബോസ് ഹൗസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോരോ ആൾക്കാരായിട്ട് അവര് തന്നെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു രസമായിട്ട് തോന്നി. നിലവാരില്ല, നാണല്ല, മാണല്ല, സംസാരിക്കാൻ അറിയില്ല. സീസൺ വന്നപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഇതേ ജാസ്മിൻ ഒരു കച്ചിക്കാരത്തി ബിഗ് ബോസിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കച്ചിക്കാരത്തിയൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും റസ്മിൻ ബായി എന്ന പേര്. റസ്മിൻ ബായി എനിക്ക് ഡയറക്ടറിനോ കുട്ടിയെ അറിയത്തില്ല. അപ്പൊ റസ്മിൻ ബായിയുടെ ഫാമിലി കണ്ടപ്പോ, അയ്യോ ഇതിന്റെ ഹസീനയുടെ മോളാണല്ലോ ഈ കുട്ടി, പിന്നെ സെന്റ് തെരേസാസില് പിന്നെ എന്താണ് PT ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആ കുട്ടിയാണല്ലോ എന്ന് പറയും. അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ അമ്മാവനെ വിളിച്ച് ചോദിച്ചു, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ആ ശരിയാണ്, റസ്മിൻ ബായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, പിള്ളേര് സ്മാർട്ട് ആകണം, പെൺകുട്ടികളെ അങ്ങനെ അടുക്കി നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിർത്തി ചെയ്യാൻ അവരെ ഇതാക്കാനുള്ളവരല്ല. അവരെ പുറത്തേക്ക് വിടൂ, സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ പിള്ളേരും വരട്ടെ. ആദ്യമായിട്ടെങ്കിലും നമ്മുടെ ഒരു സേട്ട് കുട്ടി അതിലേക്ക് വന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, വാട്സപ്പ് എടുത്തിട്ട് എല്ലാവർക്കും അങ്ങോട്ട് മെസ്സേജ് കൊടുത്തു. റസ്മിൻ ബായ് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കസിന്റെ കുട്ടി ഇങ്ങനെ ബിഗ് ബോസ് 6-ലുണ്ട്, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം. അപ്പൊ അവരെല്ലാരും സത്യത്തിൽ എല്ലാവരും എന്റെ കൂടെ സഹകരിച്ചു എല്ലാരും. പക്ഷെ ബിഗ് ബോസ് 6 കണ്ടത് അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് 6-ലെ കാണാൻ തുടങ്ങിയത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ എനിക്ക് റസ്മിനേക്കാളും ജാസ്മിനെയാണ് സത്യത്തിലായത്. ജാസ്മിന്റെ ഫാനായി മാറാനുള്ള ഒറ്റ കാരണം അതങ്ങനെ കണ്ട് വന്നപ്പോൾ സത്യത്തിൽ വളരെയധികം സത്യസന്ധമായിട്ടാണ് മോൾ അവിടെ ഗെയിം കളിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? എല്ലാവരും 24 hours നമുക്കത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും എല്ലാവരും എന്താണ് ചെയ്യുക. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കുഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ജാസ്മിനോട് പറയാനുള്ളത്, എനിക്ക് ചോദിക്കാനൊന്നുമല്ല, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കേട്ടത്. ഞാൻ പക്ഷെ അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അന്നും പോയ സമയത്തും ഞാൻ എപ്പോഴും ജാസ്മിനെ കാണാൻ പോയ വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ജാസ്മിനെ ഇഷ്ടമെന്ന് വെച്ചാൽ ജാസ്മിൻ അന്നും ഇന്നും റിയലായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ജാസ്മിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയതിന്റെ മെയിൻ റീസൺ, ജാസ്മിൻ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് ഒന്നും കാണിച്ചിട്ടില്ല. എന്താണോ ജാസ്മിൻ അത് തന്നെയാണ്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും വിചാരിച്ച് എനിക്ക് എന്റെ ഈ ഒരു ഏജ് വരെ എനിക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ
കുറെ നമുക്ക് വീട്ടുകാരെ സഹായിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു 23-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഇത്രയും സക്സസ് ആയി നിൽക്കുമ്പോ അതെന്താ ആൾക്കാർ നോക്കാത്തെ? ശരിയല്ലേ? ആ ഒരു സൈഡ് എന്താ ചിന്തിക്കാത്തെ? ഞാൻ ജാസുവിന്റെ ആ ഒരു സൈഡ് മാത്രമാണ് ചിന്തിച്ചത്. എല്ലാ മനുഷ്യരും നെഗറ്റീവ്സ് ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ട്. സോ അതേപോലെ ജാസ്മിനും ഉണ്ട്. പക്ഷെ അതിന്റെ മറ്റേ സൈഡ് നമ്മൾ നോക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഞാൻ ആ ഒരു സൈഡാണ് ജാസുവിന്റെ നോക്കിയത്. ആ ഒരു സൈഡില് ആ ഒരു ബിഗ് ബോസ് സീസൺ 6 മറ്റെല്ലാരെക്കാളും തലയെടുപ്പോടെ നിൽക്കുന്നത് ജാസു തന്നെയാണ്. സോ എനിക്ക് പിന്നെ ബിഗ് ബോസ് സീസൺസില് എനിക്ക് ഒരുപാട് ആൾക്കാരെ ഇഷ്ടമുണ്ടായിരുന്നു. ഈവൻ റോബിൻ, ഡോക്ടർ സാർ, ഇവരൊക്കെ ഇറങ്ങും. ഞാൻ വിചാരിക്കുന്നത് ഞാൻ പോയി കാണും. പക്ഷെ ഒരാളെ പോയി സമയം ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു താല്പര്യം അത് എല്ലാവർക്കും അങ്ങനെയല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇതെല്ലാം പോകും. അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ജാസ്മിനുള്ളത് ആ ഡെയിലി ഈ ഗ്രൂപ്പിൽ വരുന്ന സമയം എല്ലാം ചോദിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് പോകണം, എനിക്ക് കണ്ടേ പറ്റത്തോളം എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഈവൻ അവിടെ വന്ന ആൾക്കാർ പോലും ജാസ്മിൻ ഫാനാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാൻ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് നാളെ സൈബർ അറ്റാക്ക് വരുമോ, അല്ലെങ്കിൽ ഞാൻ ജാസ്മിൻ ഫാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നെഗറ്റീവ്സ് വരുമോ എന്നുള്ള പല ഭയവും പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നൗ ഇപ്പോഴും എനിക്ക് ഞാൻ ജാസ്മിൻ ഫാനാണെന്ന് പറയാൻ ഒരു മടിയുമില്ല, ഒരു പേടിയില്ല. സ്റ്റിൽ ഐ ലവ് യു ജാസ്മിൻ, സോ ക്യൂട്ട്. പിന്നെ ആരെങ്കിലും ഇമിറ്റേറ്റ് എന്ന് വെച്ചാൽ അത് വേണോ? ആക്ച്വലി ഞാൻ എന്റെ ടച്ചൊക്കെ പോയി. ഞാൻ എന്തെങ്കിലും ഒരു ഡയലോഗ് എന്തെങ്കിലും പറയാം. എന്തായിരുന്നു, ഞാൻ വിട്ടുപോയി. സിജോയെ കാണിക്കാം. നമ്മള് എന്താ പ്രത്യേകിച്ച് ഒരു കോൺട്രവേഴ്സി ഒന്നും ഇല്ലാത്ത സാധനം ചെയ്യുന്നതാണല്ലോ. സിജോ ആകുമ്പോ സെറ്റാണ്. റസ്മിനെ എനിക്ക് കാണിക്കാൻ അറിയാൻ പാടില്ല. സിജോയുടെ എന്തായിരുന്നു? സിജോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, ഞാൻ സിജോയുടെ റിപ്ലൈ പറയാം. സിജോയുടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, ഞാൻ സിജോയുടെ റിപ്ലൈ പറയാം. പറയട്ടെ, റിപ്ലൈ കൊടുക്കട്ടെ. റസ്മിനെ, ഞാനിവിടെ ഞാൻ പോരാളിയായിട്ടുള്ള സിജോയുടെ ഇങ്ങനൊന്നും ചോദിക്കല്ലേ മോളെ. ഞാൻ ഇവിടെ വന്നേക്കുന്നത് കാട്ടുതീയായിട്ടാണ്. സിജോ അത് കത്തിച്ച് 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 കഫേ കത്തിക്കാൻ നോക്കാം. മതി. അനലൈസ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ചില രാത്രിയിൽ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ ദേഷ്യപ്പെടും. ഞാൻ ചോദിക്കും, അപ്പൂന് ഒരു പണിയില്ല ഇത് ഇങ്ങനെ കാണാനായിട്ട് എന്തുണ്ട്? ആൾറെഡി അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള. ഫോക്കസ് ചെയ്ത് ജാസ്മിനെയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് കേട്ടോ. ഏതോ ഇന്റർവ്യൂ ഞാൻ അടിച്ചു മാറ്റിയതാണ്, കോപ്പറേറ്റ് ഒന്നും കിട്ടാതിരുന്നായിരുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇസ്, ജാസുവിന്റെ ഒരു സൈഡില് പൊന്നും മറ്റേ സൈഡില് ജാസുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡും ഉണ്ട്. ജാസുവിന്റെ കണ്ണ് എവിടോട്ടായിരിക്കും? കുട്ടിലോട്ട്. പൊന്നു വീട്ടിലോട്ട് വരും. ശരി. ഓക്കെ, പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ഇവന്റെ കണ്ണും കുട്ടിലോട്ടേ പോത്തുള്ളൂ. അത് പോയത് കുസൃതി ചോദ്യമായിരുന്നു. ജാസിന്റെ കണ്ണ് മുഖത്ത് മൂക്കിന്റെ മുകളില്. ഓ ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, കളിയാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനടക്കം ജാസ്മിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പല്ലക്കിലെ രാജകുമാരി. അതെ, ഒരിക്കലും എന്നെ പാരന്റ് ചെയ്യും. പക്ഷെ അപ്പം എന്റെ ക്വസ്റ്റൻ ജാസു ആ ഒരു എവിക്ഷനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? ഈ ഒരു പല്ലക്കിൽ എന്നുള്ളൊരു സാധനം ഞാൻ അങ്ങനെ നോക്കിക്കാണാൻ ഇഷ്ടമുള്ളൂ. ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നുള്ളൂ. ഞാൻ അത്രേ നോക്കിക്കാണുന്നുള്ളൂ. ഇപ്പൊ പട്ടിക്കൂട് എവിക്ഷൻ എന്ന് പറഞ്ഞ ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് കാണാൻ നിന്നിട്ടില്ല, അതിന്റെ കമന്റ്സ് വായിക്കാൻ നിന്നിട്ടില്ല. എനിക്കറിയാം അത് വായിച്ചാൽ ഒരു പക്ഷെ എനിക്കത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ സങ്കടം എന്ന് തോന്നുന്ന കാര്യം ഞാനെന്തിനു കാണണം? എനിക്കത് കാണേണ്ട ആവശ്യമില്ല, ഞാനത് കാണുന്നില്ല. ഇപ്പൊ ഈ പല്ലക്കൽ എന്ന് പറഞ്ഞാൽ എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഓക്കെ, എനിക്കതാണ് കേൾക്കാൻ ഇഷ്ടമായിക്കോട്ടെ, അങ്ങനെ നോക്കോട്ടെ എന്നേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും രീതിയിൽ ഞാൻ അതിനെ നോക്കി കാണുന്നില്ല. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വന്നാലും എനിക്ക് ബുള്ളറ്റ് അടിച്ചത്. അതുകൊണ്ട് അവിടുത്തെ എവിക്ഷൻ ഇതിന്റെ ഓരോ രീതിയില് ക്രിയേറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എവിക്ഷൻ ഇത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ എവിക്ഷന്റെ ആൾക്കാർ എന്നോട് എന്നെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ജാസ്മിൻ അന്ന് പറഞ്ഞത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ തന്നതാണ്. പക്ഷെ അതൊക്കെ ഞാനൊരു ഫണ്ണായിട്ടുള്ള രീതിയിലേ കാണുന്നുള്ളൂ. അത് ഞാൻ വലിയൊരു സീനായിട്ടൊന്നും എടുക്കുന്നില്ല. ഓൾസോ ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്താണ് എന്നെ മറ്റേ കൂട്ടിലിട്ട് അടച്ച് അങ്ങനെ നല്ല ലോഡ് 4 പേര്, അതും ഘടാഘടിയന്മാരായിട്ടുള്ള 4 പേര് എന്നെ പൊക്കിയെടുത്തോണ്ടാണ് പോയത്. സോ പല്ലക്കിൽ പോയി വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, സെറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോലും ജാസ്മിന് കിട്ടിയ ഒരു ടാഗ് ലൈൻ ഉണ്ട്. ജാസ്മിന് മാത്രം അവകാശപ്പെട്ട ടാഗ് ലൈൻ ആണെന്ന് ഞാൻ പറയും. ദ ലേഡി ഓഫ് റെസിലിയൻസ്, അല്ലേ ഗൈസ്?
അപ്പൊ ഇനിയിപ്പോ എത്രയൊക്കെ കണ്ടസ്റ്റൻസ് മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ടാഗ് ലൈൻ അത് ജാസ്മിന് മാത്രം അവകാശപ്പെടുകയാണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതിന് മുൻപ് കണ്ടിട്ടുള്ള ജാസ്മിന് മൂസ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയൊക്കെ അടിപൊളി പ്ലെയർ ആയിരുന്നു. അതിപ്പം ജാസ്മിൻ മാത്രമാണ് ലേഡി ബിഗ് ബോസ് ഒന്നുമല്ല. അതിപ്പോ ഞാൻ അവിടെ കുറെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ എന്നെ പറയുന്നതാണ്. പക്ഷെ അവിടെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ തന്നെ ഞാൻ എവിടെ കിട്ടിയാലും ഞാൻ പറയുന്നതാണ് അപ്സരേച്ചി കളിച്ചിട്ടുണ്ടെന്നുള്ളത്. പുറത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്സരേച്ചിയൊക്കെ ബ്രില്യൻ പ്ലെയർ ആയിരുന്നു. അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പം മുൻപത്തെ സീസണിൽ ഞാൻ പറഞ്ഞു ജാസ്മിൻ, നമ്മുടെ രഞ്ജിനി ഹരിദാസ്, രഞ്ജിനി ചേച്ചിയൊക്കെ അടിപൊളി പ്ലെയർ ആയിരുന്നു. പക്ഷെ അഹങ്കാരി എന്നൊരു ടാഗാണ് കൊടുത്തത്. പക്ഷെ ഇന്ന് നമ്മൾ രഞ്ജിനി ചേച്ചിയുടെ അന്നത്തെ ആ ഒരു ആക്ടും അല്ലെങ്കിൽ അന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ആണ്. ഓ രഞ്ജിനി ചേച്ചി അടിപൊളി എന്ന് നമുക്ക് തോന്നും. അതാണ് കാലം മാറുന്തോറും ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. കാരണം എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നത് കൊണ്ടാണ് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യം ഇല്ലാത്തത്. പിന്നെ ഒന്നുമല്ല, ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുമ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നന്നായിട്ട് ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ പറ്റട്ടെ, നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ജാസ്മിൻ, അപ്പൊ ഈ ചോദ്യം എല്ലാവരും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിനകത്ത് കണ്ട ഒരു ക്വാളിറ്റിയാണ്. എങ്ങനെയാണ് ജാസ്മിന് നമ്മളെ മുഖത്തേക്ക് ചോദിക്കുന്നത്. അപ്പൊ ജാസ്മിൻ എങ്ങനെയാണ് ഇപ്പൊ ഒരാളായിട്ട് വഴക്കുണ്ടായി, അതായത് ഇവളായിട്ട് വഴക്കുണ്ടാക്കുന്നതല്ല, അവരായിട്ട് വെറുതെ ഒന്ന് ചൊറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് ഇല്ലാണ്ടാക്കുന്ന ഒരു സമയത്ത് പോലും അതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് മറന്നിട്ട് എങ്ങനെയാണ് ആൾക്കാരോട് പിന്നെയും ആ ഒരു സ്നേഹത്തോടു കൂടി ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വെച്ചിട്ട് നിനക്ക് നാണമില്ലേ ജാസ്മിനെ, നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നീ പിന്നെ വലിഞ്ഞേറി പോകാനായിട്ടെന്ന്. അതെന്തേ അതിന്റെ ക്രെഡിറ്റ് മൊത്തം അത്താക്കാണ്. അത്ത ആരെടുത്ത് വഴക്കുണ്ടാക്കിയാലും ഞാൻ കൊച്ചിന് ഉമ്മ അല്ല കേട്ടാ, അത്തായെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ത വഴക്കുണ്ടാക്കിയാലും അത്താത്ത് വഴക്കുണ്ടാക്കിയാലും ഒത്ത ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, അടി വരെ ഉണ്ടാക്കും. കുറച്ച് കഴിയുമ്പോൾ അത്ത പോയി തൊളിക ഇട്ടാളിയാ പറയാ. ഇങ്ങനെയാണ് അത്ത നിന്ന് ഞാൻ കണ്ടുള്ളത്. ആ ഒരു സ്വഭാവമായിരിക്കും എനിക്ക് കിട്ടിയത്. അത്താരുടെ സ്വഭാവങ്ങൾ കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധനമായിരിക്കും എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ ദേഷ്യം നിലനിന്ന് പോകത്തില്ല. അതിനിപ്പോ ആരാണെങ്കിലും എന്ന് പറഞ്ഞ് എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ വെറുപ്പോ ദേഷ്യം അവരെ കൊല്ലാനുള്ള വകയൊന്നും എനിക്കില്ല. ആ ഒരു നിമിഷത്തിൽ ഞാൻ പറയുന്നു ഓറിനും ചോദ്യം കഴിച്ചാൽ കൂട്ടി ഞാൻ പറയായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്റെ മനസ്സിലൊന്നും നിൽക്കാറില്ല. ഞാനത് കളയും. എന്തിനാ വെച്ചോണ്ടിട്ട് എന്തിനാ നമ്മളിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഇപ്പൊ ഞാനിപ്പോ റസ്മിന്റെ അടുത്ത് ഞാനിപ്പോ റസ്മിന്റെ അടുത്ത് ശത്രുത വെക്കുവാണെങ്കിൽ റസ്മിനെക്കാളും അത് കൂടുതൽ എഫക്ട് ചെയ്യുന്ന എന്നെയായിരിക്കും. കാരണം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, ആ കണ്ടു ഓപ്പോസിറ്റോട് എനിക്ക് ദേഷ്യം, ഞാൻ നിൽക്കത്തില്ല. ഇത് കിടന്ന് എനിക്ക് എന്നെ പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ ഒരു സാധനം വെക്കാത്തല്ലേ ഞാൻ ആരോടൊന്നും നോക്കാം. ജാസ്മിൻ ഉള്ളത് ഒരു തിരിച്ചറിവാണ്. എന്റെ 24 ഇയേഴ്സ് ഉള്ള കുട്ടികളെ പോലെയുള്ള പലരെയും ഞാൻ ഇവിടെ കണ്ടു. ജാസ്മിനും ഏകദേശം അതേ പ്രായമാണ്. പഠിക്കേണ്ടത് ജാസ്മിൻ സോഷ്യൽ ടാബു ചെയ്ത് കണ്ടീഷൻ ചെയ്ത് വിടുന്ന കുറെ പേരുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ കണ്ടീഷൻഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതില് നമുക്ക് കൺവിൻസ് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ വേണം. പേരൻസിനോട് പറയാനുള്ളത്, സൊസൈറ്റിയെ പേടിച്ചിട്ട് ഇങ്ങനെ വേണം, നമുക്ക് തന്നെ അറിയാം ഇത് ശരിയല്ലാന്ന്, എന്നാലും എന്റെ മക്കൾ ഇങ്ങനെ വേണം, കാലാട്ടരുത്, ഉറക്കെ സംസാരിക്കരുത്, ചൂളം വിളിക്കരുത്, 100 കണ്ടീഷനിങ്സ് ആണ് നമുക്ക് ചെയ്യുന്നത്. അത് ആൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട്. അതിന്ന് മാറി നമുക്ക് എങ്ങനെ ഈ സൊസൈറ്റിയിലോട്ട് ഒരു മോഡലാകാം എന്ന് കാണിച്ചു തന്നത് ജാസ്മിനാണ്. ഞാൻ ജാസ്മിന്റെ ഗെയിമിനേക്കാളേറെ ഈ കാര്യത്തിലും ഐ റെസ്പെക്ട് ജാസ്മിൻ ആസ് ആൻ ഇൻഡിവിജ്വൽ. ഷീ ഹാസ് ഹെർ ഓൺ ഇൻഡിവിജ്വാലിറ്റി. ആൻഡ് ഇവിടെയുള്ള കുട്ടികളെല്ലാം ജാസ്മിന്റെ ടച്ചൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോ, പക്ഷെ അവളുടെ ജീവിതം കൂടെ ഏറ്റെടുക്കണം. കാരണം അങ്ങനെ ആവണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് കൺവിൻസ് ആവാത്ത, നമ്മുടെ യുക്തിക്ക് പരിധിയിൽപ്പെടാത്ത കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ യു ഷുഡ് ക്വസ്റ്റ്യൻ ആൻഡ് യു ഷുഡ് ഗോ അഹെഡ്. അവിടെ പേരൻസ് ആണോ മുതിർന്നവരാണോ എന്നുള്ള ഹൈറാർക്കി ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തന്നെ വേണം നിങ്ങൾ. അതിപ്പോ ഞാനൊരു ടീച്ചറാണ്, ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയും,
പേരൻസ് ആണ് മാറേണ്ടത്. ഇവോൾവ് ചെയ്യേണ്ടത് പേരൻസ് ആണ്. നമുക്ക് അവരെ മനസ്സിലാകുന്നില്ല. എന്നിട്ട് നമ്മൾ പറയും ജനറേഷൻ ഗ്യാപ്പാണെന്ന്. അവര് നടക്കുന്ന വഴികളിൽ കൂടെ അവര് ഏറ്റവും പുതിയ വഴികളാണ് നടക്കുന്നത്. നമ്മൾ നടന്നു വന്ന വഴികളിൽ കൂടെ വാ മോളെ വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവല്ല വേണ്ടത്. അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ശരിയെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനും നമുക്ക് പറ്റണം. ഇത് ഞാൻ തരുന്നതാണെന്ന് കരുതും, അല്ല. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ ഷാക്കിർ ബ്രോ ആൻഡ് അദ്രിജ എന്ന് പറയുന്ന രണ്ടുപേര് വീട്ടിലേക്ക് പാർസൽ ചെയ്തതായിരുന്നു. ഫ്രം ഖത്തർ അല്ലേ? ഖത്തർ അല്ലേ? ഖത്തറിലും ഓക്കെ. ആദ്യമായിട്ടാ എനിവേ, താങ്ക് യു സോ മച്ച്. എന്നും കൂടെ ഉണ്ടാവും. ഈ ഒരു സപ്പോർട്ടിനാണ് ഈ ഒരു സപ്പോർട്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അറിയാം, പക്ഷെ ജാസ്മിന് whatever shit happens in your life, I'll be there for you, okay? English. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. Yes,